ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേര് ഡെയിലി കാണുന്നുണ്ട്. ചില ആളുകളായിട്ട് നമ്മൾ കോൺവേഴ്സ് ചെയ്യും, സംസാരിക്കും, ചില ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, വെറുതെ പാസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും അത് നമ്മുടെ വിധിയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ആ ആൾ നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പറ്റിയൊരു തിയറി ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് വിത്ത് യു ഗൈസ് ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ചൈനീസ് മിത്തോളജിയിലുള്ള ഒരു തിയറിയാണ്. റെഡ് സ്ട്രിങ് തിയറി എന്നാണ് ആ തിയറിയുടെ പേര്. ആ തിയറിയിൽ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ലൈഫിൽ കാണുന്ന ഓരോ ആളുകളായിട്ടും ഒരു ചുമന്ന നൂല്, അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ചുമന്ന നൂലായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരായിട്ട്. ആൻഡ് അത് ജാപ്പനീസ് മിത്തോളജിയിലും പറയുന്നുണ്ട്. അത് പക്ഷേ കൂടുതലായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മളെ സോൾമേറ്റിനെ നമ്മളെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനകത്ത് കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചൈനീസിലാണെങ്കിൽ ആ സ്ട്രിങ് നമ്മുടെ കാലിന് ചുറ്റും ഒരു പാദസരം പോലെയാണ് കെട്ടിയിട്ടുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ജാപ്പനീസിൽ പുരുഷന്മാരുടെ തം ഫിംഗറിലും സ്ത്രീകളുടെ പിങ്കി ഫിംഗറിലുമാണ് അത് ടൈ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വൺസ് നമ്മളുടെ ലൈഫ് അപ്സൈഡ് ഡൗൺ മറിഞ്ഞ് നമ്മൾ കുറേ റൊമാൻറ്റിക് റിലേഷനിലൊക്കെ പെട്ട് നമ്മൾ ഫൈനലി നമ്മുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യുമ്പോഴാണ് ആ റെഡ് സ്ട്രിങ്ങിൻ്റെ കറക്റ്റ്, എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ചൈനീസാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കാണുന്ന ഓരോരുത്തരായിട്ടും ഈ അൺബ്രേക്കബിൾ ആയിട്ടുള്ള സ്ട്രിങ് കണക്റ്റഡ് ആണെന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഞാൻ ഈ തിയറി കേട്ടപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വന്ന ഒരു മുഖമുണ്ട്. അത് ഒരു മുത്തശ്ശൻ്റെ മുഖമാണ്. അദ്ദേഹത്തിന് ഞാൻ എന്നും വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കാണാറുണ്ട്. കുറേ നാളൊക്കെ ചിരിച്ച് അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഒരു സമയം അദ്ദേഹത്തിന് തീരെ കാണാതായി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ അതിനെക്കുറിച്ചുള്ള സൂചനയോ അല്ലെങ്കിൽ ആരോട് ചോദിക്കാനാണ് ഇദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കും. വേറെ ആരെയും ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുമില്ല. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മരിച്ച ഫ്ലക്സ് ഞാൻ കണ്ടു. അന്ന് കുറച്ച് വിഷമം തോന്നി. പക്ഷേ എനിക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുകയാണ്, അദ്ദേഹവും ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റെഡ് സ്ട്രിങ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഞങ്ങൾ രണ്ടുപേരെയും കാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുഞ്ഞ് റെഡ് സ്ട്രിങ് ഉണ്ടായിരുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ദിവസവും ചിരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു, നമ്മൾ ടയേർഡായിട്ട് വരുമ്പോൾ പോലും ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന്, ആ ചിരിയിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ആളുകളും ഇങ്ങനെ തന്നെയാണ് അല്ലേ? എന്ത് രസകരമായൊരു തിയറിയാണ്. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.